പെട്രോൾ പമ്പുകളിൽ തിരക്ക്, ഇന്ധനം കിട്ടാനില്ല, രാജ്യം വലിയൊരു ഊർജ്ജ പ്രതിസന്ധിയിലേക്ക്. സോഷ്യൽ മീഡിയ തുറന്നാൽ ഇന്ന് കാണുന്ന വാർത്തകൾ അതാണ്. വെറും കിംവദന്തികളാണോ അതോ ഇന്ത്യയുടെ ഇന്ധനക്ഷമതയെ തകർക്കാൻ ബോധപൂർവം മെനഞ്ഞെടുത്ത തിരക്കഥയാണോ ഇത്? ഡൽഹിയിൽ നിന്ന് പുറത്തുവന്ന ഔദ്യോഗിക പത്രക്കുറിപ്പ് ഈ അഭ്യൂഹങ്ങളെ തകർത്ത് തരിപ്പണമാക്കുകയാണ്. ഇന്ത്യയുടെ ഇന്ധനശേഖരം പൂർണ്ണ സുരക്ഷിതമാണ്. ഇതാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ ഉറപ്പായ മറുപടി. ഇന്ത്യ ഒരൊറ്റ ദിവസം കൊണ്ടുണ്ടാക്കിയതല്ല ഈ ഇന്ധന സുരക്ഷ. ലോകത്തെ 4ാമത്തെ വലിയ എണ്ണ ശുദ്ധീകരണശാലയായും 5ാമത്തെ വലിയ കയറ്റുമതിക്കാരായും ഇന്ത്യ മാറിയത് പെട്ടെന്നല്ല. ലോകം മുഴുവൻ ഇന്ധന വിലക്കയറ്റത്തിലും റേഷനിങ്ങിലും വലയുമ്പോൾ ഇന്ത്യയിൽ അത്തരമൊരു ചിന്ത പോലുമില്ല. ലക്ഷക്കണക്കിന് പെട്രോൾ പമ്പുകളാണ് രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. ഒരൊറ്റ പമ്പ് പോലും അടച്ചിടാനോ ഇന്ധനം റേഷനിംഗ് ചെയ്യാനോ സർക്കാർ നിർദ്ദേശിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് ഈ ഭീതി? ചില വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചപ്പോഴുണ്ടായ പാനിക് ബൈയിങ് അല്ലാതെ രാജ്യത്ത് ഒരിടത്തും ഇന്ധനത്തിന് ക്ഷാമമില്ല. മിഡിൽ ഈസ്റ്റ് പ്രതിസന്ധി വന്നാൽ ഇന്ത്യ ഇരുട്ടിലാകുമെന്നാണോ നിങ്ങൾ കരുതിയത്? 41ലധികം വിതരണക്കാരിൽ നിന്ന് ഇന്ത്യയിലേക്ക് എണ്ണ എത്തുന്നുണ്ട്. അടുത്ത 60 ദിവസത്തേക്കുള്ള ഇന്ധനം ഇതിനകം തന്നെ ഉറപ്പാക്കി കഴിഞ്ഞു. നമ്മുടെ പക്കൽ 74 ദിവസത്തെ റിസർവ് കപ്പാസിറ്റിയും 60 ദിവസത്തെ സ്റ്റോക്ക് കവറുമുണ്ട്. ഇനി ഒരു ആഗോള പ്രതിസന്ധി വന്നാലും 2 മാസം ഇന്ത്യ സുരക്ഷിതമായിരിക്കും. പിന്നെ എന്തിനാണ് ഈ തെറ്റായ പ്രചരണങ്ങൾ? ഗ്യാസ് സിലിണ്ടറുകളുടെ കാര്യത്തിലും അവസ്ഥ ഇതുതന്നെ. രാജ്യത്ത് ഗ്യാസിന് ഒരു ക്ഷാമവുമില്ല. 40% ഉൽപ്പാദനം വർദ്ധിപ്പിച്ചതോടെ ആവശ്യത്തിനുള്ള LPG ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇനി പൈപ്ഡ് നാച്ചുറൽ ഗ്യാസ് അഥവാ PNG മാറുന്നത് ഒരു പ്രതിസന്ധി കൊണ്ടല്ല, മറിച്ച് അത് കൂടുതൽ സുരക്ഷിതവും ലാഭകരവുമായതുകൊണ്ട് മാത്രമാണ്. ഇതൊരു ദീർഘകാല ഊർജ്ജ തന്ത്രമാണ്, അല്ലാതെ പെട്ടെന്നുണ്ടായ പ്രതിസന്ധിക്ക് മറുപടിയല്ല. ഈ കിംവദന്തികൾക്ക് പിന്നിൽ ചില അജണ്ടകളുണ്ട്. പുറം രാജ്യങ്ങളിലെ റേഷനിംഗ് ദൃശ്യങ്ങൾ ഉപയോഗിച്ചും പഴയ വീഡിയോകൾ വെച്ചും സർക്കാർ ഉത്തരവുകളെ തെറ്റായി വ്യാഖ്യാനിച്ചും ജനങ്ങളെ ഭയപ്പെടുത്തുന്ന ഈ പ്രവണത വലിയൊരു കുറ്റമാണ്. വ്യാജ പ്രചാരണം നടത്തുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടികളാണ് വരാനിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ കണ്ടതൊക്കെ വിശ്വസിക്കാതെ ഔദ്യോഗിക വാർത്താവിനിമയങ്ങളെ മാത്രം ആശ്രയിക്കുക. ഇന്ത്യ സുരക്ഷിതമാണ്, ഭയപ്പെടാൻ ഒന്നുമില്ല.